ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ചക്ക കൊണ്ടുള്ള റെസിപ്പി ആയാലോ. അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പിയും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കുറച്ച് ചക്ക ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചക്ക അരിയുന്നത് ഇതേപോലെയാണ്. ചവണിയൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നേരിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോഴത്തേക്കും കുരു കളയാൻ എളുപ്പമാണേ. ചക്കയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാം. നാടൻ റെസിപ്പിയൊക്കെ ആകുമ്പോഴത്തേക്ക് മൺചട്ടി ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഞാൻ ചക്ക ഉണ്ടാക്കുന്നതും അതിൽ തന്നെയാണ്. 1-2 ചക്കക്കുരു കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയിലോട്ട് കഴുകി വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ കത്തിച്ച അടുപ്പാണ് കേട്ടോ. അപ്പോൾ അണഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പും കൂടെ കത്തിച്ചെടുക്കാം. ഞാൻ ഇതേപോലെ ചിരട്ടയിലൊന്ന് തീയാക്കിയിട്ട് ഇട്ട് കൊടുത്ത് വിറവ് വെച്ചാണ് പെട്ടെന്ന് കത്തിച്ചെടുക്കുന്നത് കേട്ടോ. ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചെടുക്കാം, എളുപ്പമാണേ. നമുക്ക് ഇതിലോട്ട് ചക്ക വെച്ച് കൊടുക്കാം. ഈ ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം. ഇടപ്പെട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ആവിയിലിരുന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് അതിന് വേണ്ടിയുള്ള അരപ്പും കൂടെ അരച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ വേണം, ജീരകം, വെളുത്തുള്ളി, പിന്നെ 1-2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇല, നമ്മൾ കറിവേപ്പില ഇലയും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ചക്കയൊക്കെ പരിവായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ചക്കക്കുരു നമ്മൾ ഇതേ സമയത്ത് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ആവിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ചക്ക വെന്ത് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് വയ്ക്കാമേ. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരപ്പരച്ച മിക്സി കൊണ്ട് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഒരരപ്പ് വെച്ചൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി അതും വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ചക്ക പരിവാ വരുന്ന സമയത്ത് നമുക്ക് മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളി ഒന്ന് തൊലിച്ച് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചക്കയൊക്കെ റെഡിയായി കാണും. വേണ്ടോ, നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിനെ തുടുപ്പ് എന്നാണ് പറയുന്നത്. പച്ച മടൽ വെട്ടിയിട്ട് അതിന് ഇതേപോലെ നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കും കേട്ടോ. ഇതിന് ശേഷം ഇത് കഴുകി നമുക്ക് വൃത്തിയാക്കി വച്ചെന്നാൽ അടുത്തതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിട്ടെടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ തന്നെ ചക്ക ഓടഞ്ചൊക്കെ കിട്ടും. ആ പച്ച വെളിച്ചെണ്ണ കൊണ്ട് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണം കൊണ്ട് ആയിക്കേ. നമ്മളെ ചക്കക്കൂട്ടം റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് അടുപ്പിൽ പുളിയും മുളക് വയ്ക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരം ഭാഗത്തൊക്കെ പുളിയും മുളക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള കൊച്ചുള്ളി ഇട്ട് കൊടുക്കാമേ. നമുക്ക് എത്ര അരപ്പ് വേണോ അതനുസരിച്ച് കൊച്ചുള്ളി എടുത്താൽ മതി കേട്ടോ. കുറച്ച് അരപ്പ് കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ചും കൂടെ കൊച്ചുള്ളി എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം ഒന്ന് കട്ടിക്ക് ഇരുന്നാലേ നമ്മളുടെ കറിക്ക് ആ ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളവിടെ കുറച്ച് കറിയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം കൊച്ചുള്ളി തൊലിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എരിവിന് ആവശ്യമായിട്ട് നമ്മൾ മീൻ കറിക്ക് ഇടുന്ന സാധാരണ അളവിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. തീരെ അധികമായിട്ട് ഇട്ട് കൊടുക്കണ്ട. ഇപ്പോൾ നമ്മൾ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ ആ മീൻകറി ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ അധികമായിട്ട് ഇട്ട് കൊടുക്കണ്ട, കരിയാൻ പാടില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇതിലോട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. അടുത്തതായി ഇതിലോട്ട് ചേർക്കുന്നത് വാളംപുളിയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് അതിനെ ഒന്ന് കുതിർത്തെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പം നേരിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് അതും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരുമിച്ച് ഒന്ന് അരച്ചെടുക്കാനാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത്. നമ്മൾ മറ്റേ പുളിവെള്ളം ഒഴിക്കണേക്കാട്ടിയും പുളി ഇതിലോട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലോട്ടൊന്ന് ഒഴിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയാണെന്നുള്ളത് അതിലോട്ട് ഒഴിച്ചെടുക്കണം കേട്ടോ. ഭയങ്കര വെള്ളത്താലേ ആവാതിരിക്കില്ല, കറി നല്ലതുപോലെ കുറുക്കിയെടുക്കുന്നതായിരിക്കും നന്നായിരിക്കണം കേട്ടോ. അങ്ങനെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒത്തത്തി ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ എൻ്റെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ആ കറിയുടെ ആ ഒരു സ്മെല്ല് തന്നെ നല്ല ഇതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മീൻ കൂടി ഇട്ട് കൊടുക്കാം. ചാള മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ചാള വെച്ചുള്ള മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇനി പുളിയും മുളക് എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിലോട്ട് ഒന്നുള്ള ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നമ്മൾ കറി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. നമ്മളെ കറിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ. അധികം ഞാൻ കുറുക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കറിയുടെ കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. കറിയൊക്കെ നല്ല പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കറി അടുപ്പിൽ തീയൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ചക്ക, കപ്പ അതൊക്കെ കൂടി കഴിക്കുമ്പോൾ കുറച്ച് അരപ്പും കൂടെ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. നല്ലതുപോലെ കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ കറിയുടെ ടേസ്റ്റും കൂടും. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളത്താലെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാനും പുളിമുളകും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ചക്ക സീസണൊക്കെയാണല്ലേ, അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ട് ഓളുന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.